ലോകേഷ് കനകരാജിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ജി സ്ക്വാഡിന്റെ ആദ്യ സിനിമ അബ്ബാസ് എ റഹ്മത്ത് സംവിധാനം ചെയ്ത് വിജയ് കുമാർ കേന്ദ്ര കഥാപാത്രമായി വന്ന ഫൈറ്റ് ക്ലബ് എന്ന തമിഴ് ആക്ഷൻ സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വ്യക്തിപരമായ രാഷ്ട്രീയപരമായ പകപോക്കലുകൾക്കിടയിൽ പെട്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ഫൈറ്റ് ക്ലബ് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. നടനും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ വിജയ് കുമാറാണ് ശെൽവം എന്ന നായക കഥാപാത്രമായിട്ട് വരുന്നത്. പുള്ളിയും കൂടെ ചേർന്നാണ് പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. MS ധോണിയുടെ ജേഴ്സി അണിഞ്ഞ് മണിരത്നത്തിന്റെ നമ്മുടെ ദളപതിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗ് കാണിക്കുന്ന ഒരു തിയേറ്ററിലേക്കുള്ള നായകന്റെ എൻട്രി ഒക്കെ ഭയങ്കര മാസ് തന്നെയായിരുന്നു. ബസ്സിലെ അടി സീന്, ക്ലൈമാക്സിലെ ആ ബ്രൂട്ടൽ ഫൈറ്റ് ഒക്കെ കിടു തന്നെയായിരുന്നു. അതൊക്കെ പടത്തിന്റെ പേരിനെ അന്വർത്ഥമാക്കുന്നുണ്ട്. ടെക്നിക്കൽ ബ്രില്യൻസ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്. ഗംഭീരമായിട്ടുള്ള മേക്കിംഗ്, മികച്ച ഡയറക്ഷൻ, കിടിലൻ എഡിറ്റിംഗ് വർക്ക്, DOP, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അങ്ങനെ എല്ലാം കൊണ്ടും ടോപ്പ് നോച്ച്. അതിൽ എനിക്ക് ആദ്യം തന്നെ എടുത്തു പറയാൻ തോന്നുന്നത് എഡിറ്റിംഗ് ആണ്. ഉദാഹരണത്തിന് ജോസഫ് എന്നൊരു ക്യാരക്ടർ പുള്ളിയുടെ അച്ഛൻ നോക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ജോസഫിനെ വീട്ടിനുള്ളിൽ കണ്ടിട്ട് അങ്ങേര് ഞെട്ടുന്ന ഒരു സീനുണ്ട്. എന്തിനാണ് അച്ഛൻ മകനെ കണ്ടിട്ട് ഞെട്ടിയതെന്ന് പിന്നെയുള്ള ഫ്ലാഷ് ബാക്കിലൂടെ കഥ പറഞ്ഞ് വീണ്ടും ആ സീനിൽ എത്തിക്കുന്ന വിധത്തിലുള്ള ഒരു എഡിറ്റിംഗ്, അത് കിടുവായിരുന്നു. അതുപോലെ ഇങ്ങനെ തിരിച്ചു വരുന്ന കുറെ രംഗങ്ങൾ സിനിമയിലുണ്ട്. ഒരു ആക്ഷൻ സീന് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നായകൻ രണ്ടുപേരെ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇടിക്കുന്ന ഒരു സീനാണ്. അത് രണ്ടും കൂടെ ഒരേ ടൈമിൽ കമ്പൈൻ ചെയ്തത്, അതും രണ്ടും വളരെ സിങ്ക് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് പോളി എഡിറ്റിംഗ് ആയിരുന്നു. അത് എഡിറ്ററും ഡയറക്ടറും ക്യാമറമാനും എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അത് ഭയങ്കര ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അതുപോലെ തന്നെ കുറെ സീനുകളിൽ ബ്ലാക്ക് ഔട്ട് ആയി പോകുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അങ്ങനെ കൃപാകരൻ എന്ന എഡിറ്ററുടെ എഡിറ്റിംഗ് സ്കിൽസ് ഗംഭീരമായി പ്രയോജനപ്പെടുത്തിയ ഒരു സിനിമയാണ് ഫൈറ്റ് ക്ലബ്ബ്. ലിയോൺ ബ്രിട്ടോയുടെ ഛായാഗ്രഹണവും ഗംഭീരമാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പിന്നെ മുകളിലേക്ക് കയറി അങ്ങനെ ഒരു ഒറ്റ ഷോട്ടിൽ തീർത്ത ഒരു സീനുണ്ട്. അത് പൊളിയായിരുന്നു. ഇതിനേക്കാളൊക്കെ എടുത്തു പറയേണ്ടത് ഗോവിന്ദ് വസന്തയുടെ പശ്ചാത്തല സംഗീതവുമാണ്. ബീഥോവന്റെ ക്ലാസിക് മ്യൂസിക് ഒക്കെ പശ്ചാത്തലമായിട്ട് വരുന്നുണ്ട്. എങ്കിലും സിനിമയിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പടത്തിനെ വല്ലാതെ ഉയർത്തുന്നുണ്ട്. രാവണം അവൻ എന്ന പാട്ട് ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ഫൈറ്റ് സീനിലുള്ളത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് എല്ലാവരുടെ നൈസായിരുന്നു. വിജയകുമാർ ആക്ഷൻ സീനുകളിലൊക്കെ കിടുവായിരുന്നു. പുള്ളിയുടെ ആഴമേറിയ കണ്ണുകളും സിക്സ് പാക്ക് ബോഡിയും ഒക്കെ ആക്ഷൻ രംഗങ്ങൾ മികവുറ്റതാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പക്ഷെ പെർഫോമൻസിൽ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ആയിട്ട് വന്ന നടന്മാര്, പ്രത്യേകിച്ച് ജോസഫ് ആയിട്ട് വന്ന അവിനാഷ് രഘുദേവനും, കൃപ എന്ന രാഷ്ട്രീയക്കാരനായിട്ട് വന്ന ശങ്കർ ദാസും, ബെഞ്ചി ആയിട്ട് വന്ന കാർത്തികേയൻ സന്താനവും ഒക്കെ നായകനേക്കാൾ മുകളിൽ നിൽക്കുന്ന വിധം ആക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേസമയം നായികയായിട്ട് വന്ന മോനിഷ മോഹൻ മേനോന് പടത്തിൽ ഒന്നും തന്നെ ചെയ്യാനുമില്ല. സത്യം പറഞ്ഞ അങ്ങനെ ഒരു നായിക ക്യാരക്ടറിന്റെ ആവശ്യം തന്നെ പടത്തിൽ ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു നോർത്ത് ചെന്നൈയിൽ നടക്കുന്ന കഥയിൽ നായികയെ കാണിക്കുന്ന ഭാഗങ്ങൾ മാത്രം കേരളമായിട്ട് തോന്നും. കൂടെ ഒരു മലയാളം പാട്ടും. നായികയുടെ കഥാപാത്രം മലയാളി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പക്ഷെ അത് പടവുമായിട്ട് അങ്ങോട്ട് സിങ്ക് ആവുന്നതായിട്ട് തോന്നിയേ ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് സബ് പ്ലോട്ട്സും കുറെ ക്യാരക്ടേഴ്സും, അതും സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പല താരങ്ങളും പുതുമുഖങ്ങളായതിനാൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി വരാൻ തന്നെ ഇന്റർവെൽ വരെ നമ്മൾ കുറെ പാടുപെടും. കൺഫ്യൂഷൻ തന്നെ എന്ന് തന്നെ പറയാം. ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിംഗ് ഉള്ള സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ പറഞ്ഞു പഴകിയ നമ്മൾ കണ്ടുമടുത്ത ഒരു പ്രമേയമാണ്. വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പലയിടങ്ങളിൽ നമ്മൾ നമ്മളെ വിരസതയും മടുപ്പും ലാഗും ഒക്കെ ഫീൽ എടുപ്പിക്കുന്ന ഒരു കഥ. ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് അടിസീൻ ഇല്ലാത്ത ചില ഭാഗങ്ങളിലൊക്കെ പലർക്കും പടം ഒരു ഉറക്ക ഗുളിക ഇഫക്റ്റ് നൽകിയേക്കാം. ഒട്ടും പുതുമയില്ലാത്ത സ്ക്രിപ്റ്റ് എന്ന് തന്നെ പറയാം. പടം ഇങ്ങനെ വട ചെന്നൈ, ഉറിയടിയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പടങ്ങളുടെയൊക്കെ തലതൊട്ടപ്പനായിട്ടുള്ള നമ്മുടെ പഴയ സുബ്രഹ്മണ്യപുരം, നാടോടികൾ, അതുപോലെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് മലയാളത്തിൽ തന്നെയുള്ള അങ്കമാലി ഡയറീസ്, മാലിക്, അങ്ങനെ പല പടങ്ങളിലെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ പടങ്ങളുടെ ഒന്നും അത്രയും ഹോണ്ടിങ് ആയിട്ട് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. കഴിഞ്ഞ കുറെ കാലമായിട്ട് തമിഴ് സിനിമയിലെ സ്ഥിരം കാഴ്ചകളായ ഒരു നോർത്ത് മദ്രാസ് സ്റ്റീരിയോ ടൈപ്പ് ആക്ഷൻ കഥയായിട്ട് പടം അവസാനിച്ചു. സിനിമയുടെ ലെങ്തും അതുപോലെ തന്നെ നല്ലപോലെ കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. എന്തൊക്കെയോ മികച്ചത് നമുക്ക് ഇങ്ങനെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവസാനം ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ബ്രൂട്ടൽ ഫൈറ്റ് മാത്രം സമ്മാനിച്ച് പടം അങ്ങ് തീർന്നു പോവുകയാണ്. സോ ലോകേഷ് കനകരാജിന്റെ പേര് കേട്ട ഒരുപാട് പ്രതീക്ഷയോടെ പോയാൽ പടം ചിലപ്പോൾ നിരാശ സമ്മാനിച്ചേക്കാം. ക്ലാസ് പടമാണ്, ഒന്നും പറയാനില്ല, അത് എടുത്തു തന്നെ പറയണം. പക്ഷെ മസ്റ്റ് വാച്ച് ആണെന്നോ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നു എന്നൊന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല. സിനിമ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇതിന്റെ മേക്കിംഗ് സ്റ്റൈലും ക്യാമറയും ടെക്നിക്കൽ വശങ്ങളും ഒക്കെ പഠിക്കാൻ വേണ്ടി ഈ സിനിമ കണ്ടു നോക്കാവുന്ന തന്നെയാണ്. അല്ലാത്തവരോട് ഞാൻ വാച്ച് ഇറ്റ് എന്ന് മാത്രമേ പറയുകയുള്ളൂ. പക്ഷെ എന്നിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമായിരിക്കും നിങ്ങളിൽ പലർക്കും ഉള്ളത്. സോ ഈ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ.